ഒരു കാലിത്തൊഴുത്ത്. ഓക്കെ. ആ കാലിത്തൊഴുത്തില് ഒരു പശു. അതെന്നാ വാർത്ത വരാ? പശു കാലിയായിരിക്കും തൊഴുത്തിനകത്ത് അങ്ങനെ പശുവിനെ കൊണ്ട് കിട്ടും. തൊഴുത്ത് കാലിയാണല്ലോ. അതെ. അവിടെ പിന്നെ പശു അങ്ങനെ വരും. ഫ്ലൈറ്റ് എപ്പോഴാണ്? നാളെയല്ലേ ഫ്ലൈറ്റ്? ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് വിട്ടേക്ക്. കഥ പറഞ്ഞു. കഥ പറയാം. അപ്പൊ തൊഴുത്ത് വേണ്ട, പശു മാത്രം മതി. എന്റെ പശുവിന്റെ പേര് നന്ദിനി. ഈ പശുവിന് ഒരു കുഞ്ഞി കിടാവുണ്ട്, കിങ്ങിണി. ഈ പശു ഇങ്ങനെ പ്രസവിച്ച് ഈ കിങ്ങിണിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പശു എന്നൊരു വിളി വിളിക്കുമ്പോ കുഞ്ഞു പശു കിങ്ങിണി ഇങ്ങ് വരും എന്ന് പറഞ്ഞു വന്നിട്ട് ഈ പശുവിന്റെ അകിടിന് ഒരു ഇടിയാ. ഒറ്റ ഇടിക്ക് നന്ദിനി പശുവിന് ഇക്കിളി കൂടിയിട്ട് ഇങ്ങനെ ഈ കാല് മാറ്റുന്ന സമയത്ത് കഥാനായകൻ ബിപിൻ ജോർജ് പശുവിനെ കറക്കാനായിട്ട് ഒരു കയ്യിൽ കുടവും ഇത്തിരി വെള്ളവും വലത്തെ കയ്യിൽ ഇച്ചിരി നെയ്യുമായിട്ട് നടന്നു വരികയാണ്. എന്നിട്ട് ഈ കിടാവിനെ അങ്ങ് തട്ടി മാറ്റിയിട്ട് മുട്ടുമേലിരുന്നിട്ട് ഈ കയ്യിലിരിക്കുന്ന വെള്ളം കൊണ്ട് അകിലില് ഒരൊറ്റ ഒഴിക്കല. പശുവിന് കുളിരടിച്ച് നാശമാകും. ആ ഒരു ജ്വാളിതയില് വീണ്ടും ഒഴിക്കുവാണ്. ഒരു മിനിറ്റ്, എന്താ ശബ്ദം? വെള്ളം ഇറ്റ് താഴെ വീഴുന്നു. എന്റെ പരസ്യം ഹിറ്റ്. ഈ ശബ്ദം മാത്രം മതി, എന്റെ പരസ്യം ഹിറ്റ്. എന്നിട്ട് ഈ നെയ് കൂട്ടി ഈ പശുവിന്റെ അകിടെ പിടിച്ച് വലിച്ച് പാലെടുക്കുകയാണ്. അല്ല, പാലെങ്ങനെ വലിച്ചെടുക്കില്ല? അത് വലിച്ചെടുക്കുന്ന അങ്ങനെ. അത് അല്ല, എനിക്ക് വലിക്കാതെ പാല് തരുമോ? അല്ല, ആകപ്പാട് തരുന്നത് ചാണകവും മൂത്രമാണ്. വലിക്കാതെ ഇങ്ങനെ പാല് തരുന്നത്? ഇതിങ്ങനെ വലിച്ചിങ്ങെടുത്ത് കുടവ് അങ്ങ് നിറയുന്നു. ഈ നിറഞ്ഞ തുളുമ്പിയ കുടവുമായിട്ട് ബിപിൻ ജോർജ് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ നായിക മന്ദം നടന്നു വന്നിട്ട് ആ കുടവ് അങ്ങ് മേടിക്കുകയാണ്. ആ കുടവ് അങ്ങ് മേടിച്ചുകൊണ്ട് ഇവർ രണ്ടും കൂടെ കൈയും മനസ്സും തോളോട് തോൾ ചേർന്ന് അങ്ങ് ഇഴുകിച്ചേർന്ന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അലിഞ്ഞില്ലാതാവുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പരസ്യമല്ലേ? അതെ. അല്ല, തുണ്ടുപടമല്ലല്ലോ? തുണ്ടുപടവാ. അല്ല, അത്ര ഇഴുകണ്ട. ആ ഫീല് തന്നെ കിട്ടിയ ഇവിടെ. അതെ. ബോറാട്ടോ. അല്ല, അതൊരു നമുക്ക് ഇവിടെ സ്ഥലവും ഇല്ല, ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലം. ഇത് ഞങ്ങളുടെ ഫ്ലോറാണ്. ഇവിടെ ചെയ്യാനായിരുന്നു പരിപാടി. നടക്കൂല. കറക്കാൻ അറിയില്ലല്ലോ. ഇല്ല, പശുവിനെ കറക്കണേന്റെ അല്ലല്ലോ. എന്നാലും ഇതൊക്കെ ഒരു നാടൻ കഥാപാത്രമല്ലേ? ഇല്ല ചേട്ടാ. ചേട്ടൻ ചെയ്യൂ ഇത്? അപ്പൊ പറ്റില്ല. അവരൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അല്ലേ, വർക്കാവൂല. പറ്റത്തില്ല. ശരിയാവത്തില്ല. പറ്റില്ല. എന്റെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. അല്ല, പറഞ്ഞേക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പരസ്യചിത്രം ഇവിടെ കൊണ്ട് നിർത്തുക. ഞാനൊരു കാര്യം ചെയ്യും. ആ സണ്ണി ലിയോനെ പറഞ്ഞു വിടാം. അങ്ങനെ പറയരുത്. കോടി കൊടുത്തേ. സണ്ണി ലിയോനെ പറഞ്ഞു വിട്ടാരെ. പരസ്യം വേണ്ട, പരസ്യം വേണ്ട. എന്റെ കാശല്ല, അത് പോട്ടെ. ഞാൻ ലെറ്ററിൽ പോക്കോളാം. അത് വേണ്ട. അതെ ഇത്തിരി ഗ്യാപ്പ് വരുമോ? ആരാന്ന് പറഞ്ഞ പേരോ? കൂടെ എന്റെ പേര് അനീഷ്. അല്ല, നിങ്ങളിപ്പോ ആരോ വിളിക്കാന്ന് പറഞ്ഞില്ലേ ഷൂട്ടിന്റെ കാര്യത്തിൽ? അത് മറ്റേ തങ്കച്ചനാ മാനേര്. തങ്കച്ചനെ വിളിക്കാല്ലേ? ആരെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു വിടുന്നു. ഞാൻ പറഞ്ഞു പോ. അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? അഭിനയിക്കാനുള്ള ആരെയോ പറഞ്ഞു. നിർത്ത്. എന്തിനാടാ സണ്ണി ലിയോന്ന് പറഞ്ഞപ്പോഴല്ലേ നീ കൊളുത്തിയത്? സണ്ണി ലിയോണോ പറഞ്ഞേ? സണ്ണി ലിയോനെ പറഞ്ഞു വിടുവാ. സണ്ണി ലിയോനെ അഭിനയിക്കുന്നത്. കൊറേ കഷ്ടപ്പെട്ട് പുറകെ നടന്നാണ് ഇത്രയും നാള്. അതെ. സങ്കടം തോന്നിയിട്ട് ഞാൻ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. സമയമുണ്ടോ? ചെയ്യാം. എനിക്ക് അതിനല്ലേ സമയമുള്ളൂ.